നമ്മുടെ ചെമ്പരത്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇപ്രാവശ്യത്തെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അതായത് 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അത് സ്റ്റിച്ച് ബോൾ കൊണ്ട് കളി വേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏറ് കുടുങ്ങിയിട്ട് 6 സ്റ്റിച്ചാണ് ആ സ്റ്റിച്ച് ബോൾ കൊണ്ട് കുടുങ്ങിയിട്ട് തുന്നിട്ടത്. സ്റ്റിച്ച് ബോൾ കളിക്കാറിയാത്തുണ്ടല്ലോ. സ്റ്റിച്ച് ബോൾ കൊണ്ട് കളിക്കാൻ അറിയായിട്ടല്ല, ഇവിടെ പേടില്ലായിട്ടാണ്. നിങ്ങൾ അറിഞ്ഞ മണ്ടുവിന്റെ വീഡിയോ ഇറങ്ങി? ഇത് മണ്ടുവിന്റെ കുടുംബ വീഡിയോ ഇല്ല, ഫാമിലി, നമ്മളെ പ്യാരിന്റെ ആയോ? വീട് ഒന്ന് സ്വൈര്യം തരുമോ? വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. ഇതെനിക്കിപ്പോ പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എന്റെ അവസ്ഥ അറിയണം. ഈ വീട്ടില് ഒരു സമാധാനം ഇല്ലാതെയാണ് ഞാൻ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടുത്തെ എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും വച്ച് വിളമ്പുന്നത് ഞാനാണ്. ഞാനിവിടെ വന്നു കയറുമ്പോ ഇവിടുത്തെ എന്റെ ഭർത്താവിന്റെ അച്ഛനും അവർക്കൊക്കെ നോൺ വെജ് ഇഷ്ടമുള്ളൂ. ഒരു ദിവസം തന്നെ 2, 3, 4 നോൺ വെജ് വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാം എന്തെല്ലാം ബുദ്ധിമുട്ട് നമ്മൾ അതിന് സഹിക്കണമെന്ന്. എന്തെന്നാ ഇതൊക്കെ കാണിക്കണത്? പക്ഷെ അതൊക്കെ ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് എന്റെ ഭർത്താവിന്റെ അച്ഛന് അങ്ങേർക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല. അച്ഛന് നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വെജ് കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കൃത്യമായിട്ട് കൃത്യസമയത്ത് അച്ഛൻ വന്നിരിക്കും കഴിക്കും. ആ സമയത്ത് കഞ്ഞിയും ചമ്മന്തിയും ആദ്യം ഞാൻ അച്ഛന് അവിടെ ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്റെ മോന് പോലും ഞാൻ വിളമ്പി കൊടുക്കണത്. എന്നിട്ട് ഇപ്പൊ അത് പരാതി. കുറച്ച് ചാത്തം തരിച്ചമാര് ഇത് ഇങ്ങനെ ഇപ്പൊ അങ്ങേർക്ക് അത് പോരാ. ഓരോ ദിവസം ഓരോ വിഭവം വേണം. ഞാനെന്താ സദ്യ ഉണ്ടാക്കുന്ന ആളാണ്? ഈ പെണ്ണിനൊന്നും തലയ്ക്ക് ഒളിവില്ലേനാവോ? ഇന്ന് അവിയലില്ലേ, ഇന്ന് കിച്ചടി ഇല്ലേ, പച്ചടി ഇല്ലേ, പിന്നെ ഏതാണ്ട് പൈനാപ്പിൾ കൂട്ടൻ എവിടെയെങ്ങാണ്ട് പോയപ്പോ കഴിച്ച അത് വേണം. എനിക്ക് ദേഹണ്ടൊന്നല്ലായിരുന്നല്ലോ പണി. ഒരു വീട്ടില് സാധാരണ ഉണ്ടാക്കണത് ഒരു ചമ്മന്തിയോ ഒരു കഞ്ഞിയോ അങ്ങനെയൊക്കെ അല്ലേ. പ്രത്യേകിച്ച് ഇത്രയും പ്രായമായ ആളല്ലേ, വയ്യാത്ത ആളല്ലേ. അപ്പൊ ഈ കഞ്ഞിയും ചമ്മന്തിയൊക്കെ തന്നെയല്ലേ ആരോഗ്യത്തിനും നല്ലത്. അതും കൂടി ഓർത്തിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട്. എന്റെ മോന് ചെറിയ മോനാണ്. അവൻ പറയുന്ന ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കൂടെ സമയം ഉണ്ടാക്കി ഞാൻ അങ്ങേർക്ക് വേണ്ടിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് ഇപ്പൊ അതും പറഞ്ഞോണ്ട് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അങ്ങേരുടെ അച്ഛനും രണ്ടും കൂടി എന്റെ മെക്കടിയാരെ കൊണ്ടിരിക്കുകയാണ്. എന്തിനപ്പതൊക്കെ ഇതിൽ കൂടെ പറയണേ? ഞാൻ അവർക്ക് സാമ്പാർ വെച്ചില്ല, പുളിശ്ശേരി വെച്ചില്ല, കിച്ചടി വെച്ചില്ല, കൂട്ടുകറി വെച്ചില്ല, പച്ചടി വെച്ചില്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറും. എന്റെ വീട്ടിൽ ഞാൻ രാജകുമാരിയെ പോലെ കഴിഞ്ഞ ആളാണ്. പക്ഷെ എന്നാലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ കരയണ്. ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം എന്റെ അവസ്ഥ. ഇനി അടുത്ത നിമിഷം എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് എന്ത് സംഭവിക്കുന്നോ എനിക്കറിയില്ല. പക്ഷെ എന്റെ ഭർത്താവ് അങ്ങേരുടെ അച്ഛൻ അനുഭവിക്കും. എന്ത് ബ്രാക്കാലേ അനുഭവിക്കും. ഇത്രയും വർഷം ഞാൻ കൊടുത്ത ചോറാണ് അവര് തിന്നെങ്കിൽ അവര് മുടിഞ്ഞു പോവുള്ളൂ.
ഇവക്കൊക്കെ എന്തിന്റെ കേടാ അങ്ങനെ ശമിക്കേ? ഓരോ കുടുംബത്ത് നടക്കണ കാര്യങ്ങള് എന്തിനാ വിറ്റങ്ങനെ കൊട്ടിഘോഷിച്ച് നാട്ടുകാരെ അറിയിക്കണത്? ഹൈ, നാണം കെട്ട് എന്ന് പറഞ്ഞാ പോരെ. ഇങ്ങനെ ഒരു ലൈവ് വരണമെന്ന് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചതല്ല. നീ ഒറ്റൊരുത്തി കാരണം എനിക്കിപ്പോ ലൈവ് വരേണ്ടി വന്നു. ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നിന്നെ മോനെ. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ കുടുംബം ജീവിച്ചിരുന്നത്. എന്താണ് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്നെ മോനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ? നിന്റെ സന്തോഷങ്ങൾക്ക് കൂടെ നിന്നിട്ടില്ലേ? പിന്നെ നമ്മുടെ കുടുംബത്തെ എന്താ ഉണ്ടായത്? എൻ്റെ അച്ഛൻ ആയ കാലത്ത് അധ്വാനിച്ച് എന്നെ ഈ നിലക്ക് എത്തിച്ച എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് പ്രായമായി, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. നിന്നെ പോലെ ചിക്കനും മട്ടനും മീനും ഒന്നും കഴിക്കാൻ പറ്റില്ല. അദ്ദേഹം പൂർണ്ണ വെജിറ്റേറിയനാണ്. നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോഴും അദ്ദേഹത്തിന് ഉള്ളത് എന്തെങ്കിലും വെജിറ്റേറിയൻ ഉണ്ടാക്കി കൊടുക്കാനല്ലേ നിന്നോട് പറഞ്ഞോളൂ. ശരിയാണ്, അത് പറഞ്ഞ ശരിയല്ലേ? നീയും മോനും എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ. ചിക്കനോ മട്ടനോ എന്ത് വേണേലും കഴിച്ചോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. വേണ്ട, ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന്റെ എന്റെയും കാലശേഷം ഈ 50 സെന്റും വീടും നിനക്ക് അനുഭവിക്കേണ്ടതാണ്. ഞാൻ തീരുമാനം എടുത്തു മണ്ടു, ഇനി 50 സെന്റ് നിനക്കില്ല. 50 സെന്റിന് നിനക്ക് അർഹതയില്ല. നന്നായി. എന്താണ് നമ്മുടെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്? എന്റെ അച്ഛൻ ഇത്തിരി ഭക്ഷണം ചോദിച്ചതോ? നീ കെട്ടിക്കേറി വന്ന കാലം തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നതല്ലേ നമ്മുടെ അച്ഛൻ? ഒരാഴ്ചയായി നീ കഞ്ഞിയും ചമ്മന്തിയും മാത്രമാണ് അച്ഛന് കൊടുക്കുന്നത്. കഞ്ഞിയും സമ്മന്തിയൊക്കെ വിളിച്ചറിയണതാണ് എന്ത് ബോറാണ്. ഒരു പയറുതോരൻ, മനുഷ്യനല്ലേ, അത്രയും പ്രായമായ ആളല്ലേ, ഒരു പയറുതോരൻ നീ ആ അച്ഛന് വെച്ചു കൊടുത്തിട്ട് എന്ത് വേണേലും വെട്ടി കയറ്റിക്കോ. എന്തായാലും ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടാൾക്കും കൂടി കച്ചറ കൂടുന്ന ലൈവ് ഇട്ടാൽ മതി, അത് ഒരുമിച്ച് കാണാൻ. നീ എന്നെ വെറുപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ എടി ഒരുമ്പെട്ടവളെ, നീ ഒരു സ്ഥലത്ത് പോയാലും ഗുണം പിടിക്കൂല. എന്ത് ബ്രാക്കാലേ? എന്റെ അച്ഛൻ നിന്നോട് എന്താണ് പെരുമാറിയിട്ടുള്ളത്? മോളെ പോലെയല്ലേ കരുതി കേട്ടുള്ളൂ. ഇവറ്റക്ക് ഭ്രാന്ത്. നിനക്ക് എന്നെ പോലത്തെ ഒരാളെ ഇനി കിട്ടൂലടി. എന്റെ സ്വത്ത് അത് നീ ഇനി ആഗ്രഹിക്കണ്ട. എന്റെ അച്ഛനെ പട്ടിണിക്കിട്ട് കൊന്നിട്ട് നിനക്കില്ല. ഓക്കെ, ഒന്നും പറയണ്ട. ഇത് മിക്കവാറും ഡൈവേഴ്സിൽ അവസാനിക്കുള്ളൂ, ഉറപ്പല്ലേ? നിനക്കൊക്കെ ചക്ക വേറെ ഒരു പണിയില്ല. ഞാൻ അതാ ചോദിക്കണം. എനിക്കതല്ല, ആ ചെക്കന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. ആ ചെക്ക പിള്ളേരല്ല, ആ ചെക്കൻ മോൻ എത്ര നല്ല മോനാന്ന് പറയാ. അതിനിപ്പോ അവസാനം ഇവര് രണ്ടാളും ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക? ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാവണല്ലോ അപ്പൊ. നീ കെട്ടിക്കേറി വന്ന കാലം തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചിരുന്നതല്ലേ നമ്മുടെ അച്ഛൻ. അച്ഛന് ശാരീരിക പ്രശ്നമുണ്ട്. എന്തെല്ലാം പ്യാരി മുതലാളി പറയുന്നത്? നീ ചിക്കനോ സുബലോലുപതിയുടെ വീട്ടിൽ കഴിയുന്ന പ്യാരി മുതലാളി കഷ്ടപ്പാടിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് ലൈവ്. ഈ വീടിന്റെ മൊത്തം പണിയെടുക്കുന്നത് ഞാനാ. എന്നെ കുറിച്ച് ഒരു വാക്ക് നാണവും മാനും ഉൾപ്പുമില്ലാത്ത എന്റെ ഫോണിനെ മതി, നിന്റേത് കേട്ടത് മതി. ഞാൻ പറയാ നാട്ടാർ മൊത്തം ലോകം മൊത്തം അറിയട്ടെ എന്റെ കഷ്ടപ്പാട്. ഹായ് മോനെ ഉണ്ണിയേട്ടൻ കുറച്ച് കഥ പറയാൻ. 12 കൊല്ലായി ഈ പ്യാരി മുതലാളിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു വേലക്കാരനാണ്. 12 കൊല്ലം 2 മാസം കണക്കിന് ഇന്ന് വരെ ഒരു ശമ്പളം കൂട്ടണമെന്നോ മര്യാദക്ക് എന്തെങ്കിലും മെനു പറയാലോ ഒന്നും ഞാൻ പറയില്ല. ഉണ്ണിയേട്ടൻ പറയില്ല. ഇന്നിപ്പോ അവര് പറയാൻ തുടങ്ങുന്നു അവരെ ഭക്ഷണ കുറവ്. ഞാൻ ഇന്ന് വരെ രാവിലെ പിട്ടും ചെറുപയറുന്നോ, ഉച്ചക്ക് മട്ടൻ ബിരിയാണി പറഞ്ഞോ, രാത്രി പൊറോട്ടയും ചിക്കനും പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ട. ദൈവത്തോട് ലൈവിനോട് കള പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞില്ല. എന്തെല്ലാം പണിയെടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ നോക്കുക, ഒന്നും പറയണ്ടതാ, എന്റെതല്ല. ആരെ ഷഡ്ഡിന്ന് ഞാൻ പറയേണ്ടത്? പ്യാരിന്റെ ഇതാ അവരെ ഷഡ്ഡി, ലുങ്കി, ബ്ലൗസ്, എന്തെല്ലാം ഈ വീട്ടിലത്തെ സകലമാനം അലക്കുന്നത്, ലൈവായിട്ട് അലക്കുന്നത്. മിഷനുണ്ട്, തുണി കേടാവോലും. ആലോചിക്കണം, മിഷനിലിട്ട ഏത് തുണിയാ കേടായത്? ലണ്ടനിലെ ന്യൂയോർക്കിൽ തുണി കേടാവുക ഇല്ലല്ലോ.
എനിക്കൊരു ക്യാമ്പിൽ പോയ ഡോക്ടർ പറഞ്ഞെന്നറിയാ 5 വിറ്റാമിൻ കുറവാ ABCDEF 5 ഇല്ല. സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ ആരോഗ്യം ഞാൻ അവർക്ക് വേണ്ടി ഹോമിച്ചതാണ്. ഒന്ന് മനസ്സിലാക്കണം, ഈ വീട്ടിലേക്ക് ആവശ്യത്തിന് സകലമായ സാധനം മേടിക്കാൻ പീടി പോകുന്നത് ഞാൻ. ചിക്കൻ മേടിച്ചോണ്ടിരും, അത് കറി വെക്കും. ഇറച്ചി അവർ കഴിക്കും, എല്ലാവർക്കും. മട്ടൻ മേടിച്ചോണ്ടിരും, അത് കറി വെക്കും. അത് ഇറച്ചി അവർക്ക് എല്ലാവർക്കും. ഞാൻ എന്താ പട്ടിയല്ല, പട്ടിക്ക് ഇറച്ചി കൊടുക്കുന്നത്. ഒന്നും വേണോ ചോദിക്കൂല. സാരില്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. സകലമായ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ ഒരുത്തൻ, ഒരു സർവേയർ, ഒരു വേലക്കാരൻ ഇങ്ങനെ ഉണ്ട് എന്നില്ല ഒരു സ്നേഹം വേണ്ടേ? ഒന്നുമില്ല. ഇതറിയണം, ലോകം മൊത്തം അറിയണം. അറിഞ്ഞിട്ട് ഇതിന്റെ നടപടി ആരായാലും എന്ത് കേസ് വന്നാലും സാരില്ല. ഒരു കേസിലും ഇതുവരെ പെട്ടിട്ട. ഇതിന് വേണ്ടിയിട്ട് ഒരു കേസ് ഞാൻ പെടും. സൂതച്ചൻ അവരാണോ എന്നെ നിശ്ചയിക്കേണ്ടത്? എനിക്ക് സാധനം വേണ്ടത് പ്യാരിയാണോ മണ്ടു ആണോ? ഇവരൊന്നല്ല. എനിക്ക് എന്തെന്ന് സാധനം വേണ്ട, തിന്നാനെന്ന് വേണ്ട, കുടിക്കാനെന്ന് വേണ്ട, കിടക്കാൻ ഉറങ്ങാൻ നല്ല സ്ഥലം വേണ്ടത് അവരല്ലേ ചെയ്യേണ്ടത്. ഞാനാ പറയേണ്ടത്. ഞാൻ പറഞ്ഞാണോ അവർ ചെയ്യേണ്ടത്? അല്ലല്ലോ, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. തോഫാക്കലടാ. എന്താ വീട്ടിന്റെ ഒക്കെ കാര്യം പറയണേക്കാ നല്ലത്. അയ്യോ ഇതൊക്കെ നാട്ടുകാർ കാണില്ലേ തമ്പുരാണി. റഹ്മാനായ ആണല്ലേ